ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ദേശീയ പണിമുടക്ക് അർദ്ധരാത്രി മുതൽ തുടങ്ങുകയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ കുട്ടീസൊക്കെ നാളെ വീട്ടിലാണ്. അതുകൊണ്ട് തന്നെ കുട്ടീസിനെയൊക്കെ വീട്ടിലാക്കിയിട്ട് ചെറിയൊരു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഞങ്ങൾ കാട്ടാക്കടയിലോട്ട് പോകുന്നു. ഇന്ന് തിരക്കൊന്നുമില്ല. എന്തായാലും പോലീസൊക്കെ അവിടെ ഇവിടങ്ങളിലായിട്ട് ഒത്തിരി നിൽപ്പുണ്ട്. ഞങ്ങളിപ്പോൾ നേരെ പോകുന്ന കാട്ടാക്കട കേരേജിനടുത്തുള്ള ഒരു മേളയിലോട്ടാണ്. ഇവിടെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി ഷോപ്പുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ നിന്ന് തന്നെ എല്ലാം ഷോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മേള. ഇവിടെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വീടുകളിലേക്ക് വാങ്ങി വെക്കാൻ പറ്റിയ ചെറുതും വലുതുമായിട്ടുള്ള ഒത്തിരി പൂക്കളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇത് കണ്ടിട്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നേരെ കാട്ടാക്കട കാരേജിനടുത്തുള്ള ഈ ഒരു മേളയിലോട്ട് പോകുന്നുള്ളൂ കേട്ടോ. വീടിന് മുന്നിൽ തൂക്കിയിടാൻ പറ്റിയ ഇത്തരത്തിലുള്ള ഒരു പൂക്കളും ഇവിടെ അവൈലബിൾ ആണ്. പല വലിപ്പത്തിലുള്ള നല്ല ഭംഗിയുള്ള ടെഡി ബിയേഴ്സും എല്ലാ കളിപ്പാട്ടങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് കുട്ടീസിനെ കൊണ്ട് ഒരിക്കലും ഇവിടെ വരാൻ പറ്റത്തില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇവിടെ ഞാനൊരു മാഗ്നറ്റിൻ്റെ ഒരു വാച്ചും പർച്ചേസ് ചെയ്തിട്ടുണ്ട്. തിരിച്ചു വന്ന വഴി ഞങ്ങൾ പൂവച്ചലിൽ നിന്ന് 2 ലൈമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ലൈം ജ്യൂസിന് സ്ഥിരം സ്പോട്ട്. പിന്നെ പിസ്തയുടെ ഒരു ഐസ്ക്രീമും പിന്നെ ഒരു തണ്ണിമത്തനും വാങ്ങി വീട്ടിലേക്ക് വന്നു. ആഞ്ചലിനയുടെ ഫേവറേറ്റാണ് ഈ തണ്ണിമത്തൻ കേട്ടോ. അതുകൊണ്ട് തന്നെ എവിടെ പോയാലും അവൾക്കത് മസ്റ്റാണ്. ഇപ്പോൾ തണ്ണിമത്തൻ്റെ സീസണാണ്. അതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ തണ്ണിമത്തങ്ങ അവൈലബിൾ ആണ്. പക്ഷേ സീസണിൻ്റെ തണ്ണിമത്തങ്ങ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ചെറിയൊരു പണി ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളത് വാങ്ങത്തില്ല. ഈ ഒരു പച്ച മാത്രമേ ഞങ്ങൾ വാങ്ങത്തുള്ളൂ. എന്തായാലും ഇത് നല്ല ഫ്രഷായിട്ട് നല്ല കളർഫുള്ളായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ.